ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ധാരാളം അൺബോക്സിങ് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ടി വിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒരുപാട് മൊബൈൽസിൻ്റെയൊക്കെ അൺബോക്സിങ് കണ്ടിട്ടുണ്ടാവും. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആയുർവേദിക് മെഡിസിൻ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വൈദ്യരത്നം ഔഷധശാലയിൽ നിന്നാണ് ഈ ബോക്സ് വാങ്ങിയിരിക്കുന്നത്. എനിക്കും കുടുംബത്തിനും ഒരു മാസം ഉപയോഗിക്കാനുള്ള മരുന്നുകളാണ്. നമ്മളെല്ലാ മാസവും വാങ്ങിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഈ പ്രോഗ്രാം ഇഷ്ടമാവുകയാണെങ്കിൽ ഈ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ മാസത്തിലൊരിക്കൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് വൈദ്യരത്നം ഔഷധശാലയുടെ മെയിൻ ബ്രാഞ്ച് തൃശ്ശൂർ റൗണ്ട് സൗത്തിൽ നമുക്ക് ജോസ് തിയേറ്ററും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒക്കെ അടുത്ത് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. അതിന് താഴെയുള്ള വൈദ്യരത്നം ഔഷധശാലയുടെ മെയിൻ ബ്രാഞ്ച്, ഫസ്റ്റ് ബ്രാഞ്ച്, അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഈ ബോക്സ് നന്നായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നത് അവിടുത്തെ രജീഷും അതുപോലെ മോഹനേട്ടനൊക്കെയാണ്. അപ്പോൾ അവർക്ക് നമുക്കൊരു ബിഗ് താങ്ക്സ് പറയാം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് തുടങ്ങുകയാണ്. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു കത്തി നൈഫ്, ഇത് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടി തുറക്കാം. ഈ സമയത്ത് നിങ്ങൾ വീഡിയോൻ്റെ താഴേക്ക് നോക്കി അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു തംസപ്പ് മാർക്ക് കണ്ടില്ലേ, അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം റെഡ് ബോക്സിൽ. അപ്പോൾ ഈ സമയത്ത് ഞാൻ പെട്ടി തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലൈക്ക് ബട്ടൺ അടിക്കാം. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതിൻ്റെ സൈഡിൽ ഓൾ നോട്ടിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ആരംഭിക്കാം. നമ്മൾ ബോക്സ് തുറക്കാൻ പോവുകയാണ്. നല്ല അസലായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പുറത്തേക്കൊക്കെ മെഡിസിനൊക്കെ അയക്കേണ്ടി വന്നാൽ കൊറിയറൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇൻടാക്ട് പാക്കിങ് വേണമല്ലോ, അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം എടുത്ത് പരിശോധിക്കാം. ഓക്കെ, ആദ്യം തന്നെ ബില്ല് എമൗണ്ട് നോക്കാം. ഈ മാസം കുറവാണ്, 2545 രൂപയായിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബലാരിഷ്ടം. ഇതാണ് ബലാരിഷ്ടം. ഇത് വാദസംബന്ധമായ അസുഖങ്ങൾക്ക് പൊതുവെ കൊടുക്കുന്നതാണ്. അടുത്തത് അശ്വഗന്ധാരിഷ്ടം. ഇത് ഞാൻ ഷൊർണൂർ ആയുർവേദ സമാജത്തിൽ വർക്ക് ചെയ്യുമ്പോൾ 98 അവിടെ സമാരാധ്യനായ നമ്മുടെ പുലാമന്തൂൾ ആര്യൻ മൂസ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രിസ്ക്രിപ്ഷനും, വാതരോഗത്തിനുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷനുകളിലും ബലാരിഷ്ടവും അശ്വഗന്ധാരിഷ്ടവും സമം ചേർത്ത് 30 മില്ലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ബലാരിഷ്ടം, ഇത് അശ്വഗന്ധാരിഷ്ടം. ഓക്കെ, അടുത്ത ഐറ്റം നോക്കാം നമുക്ക്. അടുത്തത് ഏലാദി ചൂർണം. ഇത് എനിക്ക് വേണ്ടിയില്ല, ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. എലാദി ഫേസ് പാക്ക്, ആയുർവേദ ഹെർബൽ ഫേസ് പാക്ക്, എലാദി ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിവിടെ ഒരാൾ ഇടുന്നുണ്ട്, എൻ്റെ മൂത്ത മകൾ. അപ്പോൾ ഇത് മൂരിൽ കുഴച്ചിട്ട് മുഖലേ വിട്ടാൽ മുഖത്ത് മാർക്കുകളും കറുത്ത സ്പോട്ടുകൾ അതുപോലെ പിമ്പിൾസൊക്കെ വരുന്നത് കുറയാനായിട്ട് സഹായിക്കും. അതാണ് ഏലാദി ചൂർണം. അപ്പോൾ ഇതും നമ്മൾ 2, 3, 4 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഈ മാസം. ഓക്കെ, അപ്പോൾ അത് 2 പേരും ഇടുന്നുണ്ട്. വൈഫും ഇടുന്നുണ്ട്, മൂത്ത മോളും ഇടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇത്ര അധികം. പിന്നെ നമുക്കുള്ളത് ഗന്ധർവസ്ഥാതി കഷായമാണ് സാധാരണ വാങ്ങാറുള്ളത്. ഇത്തവണ ഗന്ധർവസ്ഥാതി കഷായ ടാബ്ലറ്റാണ് വാങ്ങിക്കുന്നത്. ഇതാകുമ്പോൾ കഴിക്കാൻ സൗകര്യമാണ്. അതായത് നമുക്ക് കഷായമാണെങ്കിൽ 15 മില്ലി ആണ് ഒരു ഡോസ്. 15 മില്ലി കഷായത്തിൽ 60 ml ചൂടുവെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ കഷായം. അത് 200 ml പാക്കായിട്ടാണ് വരുന്നത്. ഇത് ആ 15 ml ഈക്വലൻ്റ് ആവണമെങ്കിൽ 2 ടാബ്ലറ്റ് എടുക്കണം. 2 ഗന്ധർവസ്ഥാതി കഷായ ഗുളികയുടെ 2 ടാബ്ലറ്റ് ഒരു ഡോസ്. അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ്, അതുപോലെ വൈകിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കും. കാലത്തും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് 2 ഗുളിക ചൂടുവെള്ളത്തിൽ കഴിക്കണം. ഇനി അതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് 2 ടാബ്ലറ്റ് നന്നായിട്ട് പൊടിച്ച് ഒരു 60 ml തിളച്ച വെള്ളത്തിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാം. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. ഇനി അതല്ല സൗകര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ കഷായമൊക്കെ കഴിക്കാൻ മടിയല്ലേ, കയ്പ്പൊക്കെ കാരണം. കയ്പ്പ് രസം പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ടാബ്ലറ്റ് എഴുതും. അപ്പോൾ 2 ടാബ്ലറ്റ് ചൂടുവെള്ളത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡോസായി. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് കർക്കിടകമാണല്ലോ, കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മളൊരു സ്വയം ഒരു അഭ്യംഗമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വാദത്തിനൊരു അനുലോമനം കിട്ടാനും ഈ തൈലങ്ങളൊക്കെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാനും വാദശമനം ലഭിക്കുന്നതിന് അതുപോലെ മലപ്രവൃത്തി ഉണ്ടാവാനും മലശോധന ഉണ്ടാവാനും ഒക്കെ ഇത് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അതിനാണ് ഗന്ധർവസ്ഥാതി കഷായ ടാബ്ലറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സപ്തസാരം കഷായ ടാബ്ലറ്റ്. ഇതും സപ്തസാരം കഷായത്തിൻ്റെ 200 ml പാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ഗ്യാസ് ട്രബിളും അതിനൊക്കെയാണ് ഉപയോഗിക്കാറ്. വൈദ്യരത്നം ഔഷധശാലയുടെ ഒരു ഡിഫറെൻറ്റ് യോഗമാണ്. സാധാരണ നമ്മൾ
പീരീഡ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെയാണ് സപ്തസാരം കഷായം കൊടുക്കാറുള്ളത്. ഇതാ യോഗത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും വായുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഗ്യാസ് ട്രബിളും അത്തരം ഉദരസംബന്ധമായ രോഗങ്ങൾക്കാണ് സപ്തസാരം കഷായം കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് പകരം കഷായ ഗുളികയാകുമ്പോൾ 2 ടാബ്ലറ്റ് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും. അതല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡിസ്കംഫർട്ട്, എന്തെങ്കിലും ഇൻഡൈജഷനോ ഗ്യാസ് ട്രബിളൊക്കെ തോന്നുമ്പോൾ 2 സപ്തസാരം കഷായ ഗുളി, ഇതിൻ്റെ കൂടെ ഹിംഗുവജാതി ഗുളിയോ ധന്വന്തിരി ഗുളിയോ ഒക്കെ മേമ്പൊടിയായിട്ട് ചേർക്കാറുണ്ട്. ഇതാണ് സപ്തസാരം കഷായ ഗുളിക. ഓക്കെ, ഇനി അരിമേധാതി തൈലം. ഇത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിലെല്ലാവരും നിത്യേന ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ടീസ്പൂൺ തൈലം നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ, ഇന്ദുപ്പോ സാധാരണ ഉപ്പോ പൊടിയുപ്പോ കലക്കി ചേർത്തിട്ട് ഈ അരിമേധാതി തൈലം 1 സ്പൂൺ ഒഴിച്ച് ഇളക്കിയിട്ട് ഇളം ചൂടോടെ നമ്മൾ ഗാർഗിൾ ചെയ്യും രാവിലെ പല്ലുവെപ്പ് കഴിഞ്ഞിട്ട്. കാലത്ത് പറ്റിയില്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ്, രാത്രി ഡിന്നറിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഗാർഗിൾ ചെയ്യും. അപ്പോൾ നമുക്ക് മോണയിലുണ്ടാകുന്ന വേദന, പഴുപ്പ് അല്ലെങ്കിൽ പല്ലുവേദന അത്തരം രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. തലനീരിറങ്ങിയിട്ടൊക്കെ പല്ലുവേദനയൊക്കെ ഉണ്ടാവില്ലേ, മോണയിലൊക്കെ ചെറിയ വേദനയും നീർക്കെട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കുറയാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇത് വല്ലപ്പോഴും ഒരിക്കലും മേടിക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ ഇത്തവണത്തെ ബാച്ചിൽ ഇത് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ പറ്റി. അടുത്ത ഐറ്റം അസനേലാദി യമകം. ഇത് നമുക്ക് ശിരസിൽ തലയിൽ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഞാനും ഇതാണ് ഉപയോഗിക്കുന്നത്. മുടി കൊഴിച്ചിൽ, ഡാൻഡ്രഫ് ഇതിനൊക്കെ ശമനം ലഭിക്കും. എൻ്റെ 2 മക്കളും ഇതാണ് ഉപയോഗിക്കുന്നത്. അസനേലാദി യമകം. ഓക്കെ, ഇതാണ് തലക്കെണ്ണ. ഇനി എന്താ അടുത്ത് ഭുജഗലഥാദി വെളിച്ചെണ്ണ. എൻ്റെ ഇളയ മകൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഭുജഗലാദി വെളിച്ചെണ്ണ. അതായത് മുടി ഇടതൂർന്ന് വളരാനൊക്കെ നന്നാവും. നമ്മൾ നീലിമൃഗാദി വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാറുള്ള പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെയും കണ്ടീഷനനുസരിച്ച് തൈലങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ചിലർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീർക്കെട്ട് കൂടിയിട്ട് പ്രശ്നങ്ങളാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ നിശ്ചയിക്കാവുള്ളൂ. ഈ മരുന്നുകളെല്ലാം തന്നെ ഞങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ച മരുന്നുകൾ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ഐറ്റം ഇതാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും ഒറിജിനൽ സാധനം, അടിപൊളിയാണ്. കുങ്കുമാതി തൈലം. ഇത് വൈഫും മകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു ലൂക്ക് വാം വാട്ടറിൽ ചെറുപയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് മുഖം കഴുകിയതിന് ശേഷം കുങ്കുമാതി തൈലം കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അധികം എടുക്കരുത്, ഇച്ചിരി വില കൂടുതലാണ്. കോസ്റ്റ് 10 ml 355 355 രൂപയുണ്ട്. അപ്പോൾ കുറേശ്ശെ ഉപയോഗിക്കാൻ പാടുള്ളൂ, കുറേശ്ശെ ഉപയോഗിച്ചാൽ മതി. ഇത് ശരിക്കും കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. ഇതും മുഖത്ത് ചെറിയ പാടുകളൊക്കെ പോകാനും ഗ്ലോയിങ് സ്കിന്നൊക്കെ ഉണ്ടാവാനായിട്ടും സഹായിക്കും. ഇത് ഞാൻ ഉപയോഗിക്കാറില്ല, വൈഫിനുള്ളതാണ്, മോൾക്കോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മുഖസൗന്ദര്യത്തിനുള്ള മറ്റൊരു സാധനമുണ്ട്. ഇത് ഫ്ലോറ ഫെയർ, നല്ലൊരു ക്രീമാണ്. ഞാൻ ഉപയോഗിക്കാറില്ല, ഇതും ഫാമിലിയാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോറ ഫെയർ വൈദ്യരത്നത്തിൻ്റെ ഒരു ഫേസ് ക്രീമാണ്. അപ്പോൾ ഇത് പുറത്തൊക്കെ പോകുമ്പോൾ ഇതാണ് ഉപയോഗിക്കുക. അടുത്തത് മെഹാനിൽ ടാബ്ലറ്റ്. ഇത് നമുക്ക് ഷുഗർ ബോർഡർ ലൈനൊക്കെ ഉള്ളവർക്ക് 2 ഗുളിക വീതം 3 നേരം കഴിക്കാം. ഇത് മാത്രം മതി. പക്ഷേ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പ്രമേഹം 20 തരത്തിൽ പ്രമേഹം പറയുന്നുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ ഏത് ടൈപ്പാണ് പ്രമേഹം എന്നുള്ളത് അറിഞ്ഞ് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന് വേണ്ട ഔഷധങ്ങൾ നിശ്ചയിക്കണം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ മെഹാനിൽ സേഫായിട്ട് ബോർഡർ ലൈൻ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മെഹാനിൽ പിന്നെന്താ ഇനിയുള്ളത് ഇളനീർക്കുഴമ്പ്. ഇളനീർക്കുഴമ്പ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കും. രാവിലെ നേരം പല്ലുവെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് കണ്ണിലെഴുതും. അപ്പോൾ കണ്ണിൽ തിമിരമൊക്കെ വരാതിരിക്കാനും, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ കൂടുതൽ ഉപയോഗിക്കില്ല. അപ്പോൾ ആ റേഡിയേഷനൊക്കെ വന്ന് കണ്ണിലുണ്ടാവാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷനൊക്കെ തടയുന്നതിന് സഹായിക്കും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നിലനിർത്തുന്നതിനൊക്കെ സഹായിക്കും. ഡെയിലി രാവിലെ ഞങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് 3 പാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്ത സംഗതിയാണ് അണുതൈലം. ഇതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, മുൻ വീഡിയോകളുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതും ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഞങ്ങൾ 2 മൂക്കിലും 2 തുള്ളി വീതം വലിക്കും. ഇളയ മകളൊഴിച്ച് ഞങ്ങൾ 3 പേരും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അണുതൈലം ഇതിങ്ങനെ ഡ്രോപ്പറിലൊക്കെ വരുന്നത്. ഞാൻ എടുത്ത് കാണിക്കാം, ഒരു മിനിറ്റ്. നല്ല ടൈറ്റ് പാക്കിങ്ങാണ്. ഓക്കെ,
കണ്ടോ, ഇങ്ങനെ നല്ല ബോട്ടിലാണ്, നല്ല നല്ല പാക്കിംഗ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഈ ഡ്രോപ്പർ കൊണ്ട് ഒഴിക്കാം, ഇങ്ങനെ ഒഴിക്കാം. അതല്ലെങ്കിൽ വിരലിൽ ഇറ്റിച്ച് മൂക്കിനകത്ത് പുരട്ടി വലിക്കണം. അത് ഞാൻ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഇനി കൂടുതൽ വീഡിയോകൾ തനിച്ച് വേണമെങ്കിൽ വേറെ പിന്നീട് ചെയ്യാം. ഓക്കെ, ഇതാണ് തൈലം. ഇതും ഞങ്ങൾ 3 പേരും ഉപയോഗിക്കുന്നുണ്ട്. ഞാനും വൈഫും മൂത്ത മകളും ഉപയോഗിക്കും തൈലം. ഓക്കെ, ഇനി ഇതിലുള്ളത് ഹിംഗുവജാതി ഗുളിക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സപ്തസാരം കഷായത്തിൻ്റെ കൂടെ, സപ്തസാരം കഷായ ഗുളികയുടെ കൂടെ ഉപയോഗിക്കാനായിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഗ്യാസ് ട്രബിളിനും സ്റ്റൊമക്ക് ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കഴിക്കാറുണ്ട്. ഞങ്ങൾ ഇത്തരം മരുന്നുകളാണ്, ഇതൊരു ഏകദേശം ഒരു 3500 രൂപയുടെ മരുന്ന് ഒരു മാസത്തേക്ക് വേണ്ടി വരാറുണ്ട്. ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞൊരു 35 ഇയേഴ്സിൽ വേണമെങ്കിൽ എല്ലാ വർഷവും ജനുവരിയിൽ ഒരു സ്ട്രിപ്പ് പാരസെറ്റമോൾ വാങ്ങിക്കും. അത് വർഷാവസാനം അത് കളയും. അതിൽ ചിലപ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ എടുത്തിട്ടോ ബാക്കിയുള്ളത് കളയും, പുതിയത് വാങ്ങിക്കും. ഇതാണ് നമ്മൾ അലോപ്പതി മെഡിസിൻ. അത് മാത്രമേ മേടിക്കേണ്ടി വരാറുള്ളൂ ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നെ കൂടുതലും ഇത്തരം മരുന്നുകളാണ് ശീലിക്കുക. ഇത്തവണ മെഡിസിൻ കുറവാണ്, കഴിഞ്ഞ തവണ വാങ്ങിയത് ബാലൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത തവണത്തെ കൂടെ അൺബോക്സിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് കൂടുതലായിട്ട് വീട്ടിൽ വേണ്ടി വരുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. എല്ലാ വീടുകളിലും ഉണ്ടാവണം നിർബന്ധമില്ല. മറ്റു മരുന്നുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് ഇത്തരം മരുന്നുകൾ ശീലമാക്കിയാൽ നമുക്ക് മറ്റു പല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ നേടുന്നതിന്, പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സേഫായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ സാധിക്കും. ഓക്കെ, ഇതൊക്കെ കഴിക്കാൻ വളരെ സൗകര്യമാണ്. ഇപ്പോൾ കഷായ ടാബ്ലറ്റ് രൂപത്തിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഷായം കഴിക്കാനുള്ള മടിയും വേണ്ട. പിന്നെ ഇത് സ്ഥിരമായിട്ട് കഴിച്ചോളണമെന്നില്ല. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കോൾഡ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പനി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ചുമ വരാൻ പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ആരംഭഘട്ടത്തിൽ തന്നെ 1-2 ഡോസ് കഴിച്ചാൽ മതി. അപ്പോൾ അതങ്ങ് മാറിപ്പോക്കോളും. അതല്ലാതെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക്കും ഒക്കെ അല്ലേ നിങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ ആവശ്യം വരില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇതൊന്നുമില്ലെങ്കിലും നമുക്കിതുപോലെ കർക്കിടകത്തിലൊക്കെ നമുക്കൊരു ഒഴിച്ചിലൊക്കെ നടത്താം. നമുക്ക് തൈലങ്ങൾ നല്ല സ്വയം നമ്മൾ തന്നെ തേച്ച് കുളിച്ചാൽ മതി. ആ സമയത്ത് ഉള്ളിലേക്ക് ഗന്ധർവസ്ഥാതി കഷായോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളൊരു കഷായമൊക്കെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിശ്ചയിക്കുക. ഗന്ധർവസ്ഥാതി കഷായം പൊതുവേ പാത്തിക്കഷായം എന്നും പറയും അതിന്. അതായത് ചികിത്സകൾ ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് ഈ വാതാനുലോമനം ഉണ്ടാവണല്ലോ. നമ്മൾ ഈ തൈലാഭ്യംഗം ചെയ്യുമ്പോൾ സ്നിഗ്ധാംശം ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനും ശരീരത്തിലെ ദോഷം പുറത്ത് കളയുന്നതിനായിട്ട് ഗന്ധർവസ്ഥാതി കഷായം ഒരു നേരം നിശ്ചയിക്കാറുണ്ട്. അതുപോലെ ഒരു നേരം ആ രോഗാവസ്ഥയ്ക്കുള്ള മരുന്നുകൾ ഏതാണെന്ന് വെച്ചാൽ നിശ്ചയിക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ഓരോ വ്യക്തിയും ഒരാളുടെ അസുഖം മറ്റൊരാൾക്ക് വന്നാലും വ്യത്യസ്ത മരുന്നുകളായിരിക്കാം. എന്ന് വെച്ചാൽ ഓരോരുത്തരും ഇൻഡിവിജ്വൽ യൂണിക്കാണ്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പോൾ നിങ്ങളുടെ ദേഹപ്രകൃതിക്ക്, കാലാവസ്ഥയ്ക്ക്, രോഗാവസ്ഥയ്ക്ക്, രോഗബലത്തിന്, രോഗിയുടെ ബലത്തിനനുസരിച്ച് മരുന്നുകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഈ മരുന്നുകളെല്ലാം തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം. ആദ്യം ആയുർവേദം.